സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലർ അങ്ങനെ കാത്തിരുന്ന അവസാനം നാളെ, അതായത് മാർച്ച് 18 വൈകിട്ട് 4:30 റിലീസ് ആവുകയാണ്. പക്ഷേ ട്രെയിലറിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ ട്രെയിലറിലെ ഒഫീഷ്യൽ ക്ലിപ്സ്, അതായത് 1 സെക്കൻഡ് വെച്ചുള്ള ക്ലിപ്സ് ഒക്കെ ഓരോ അരമണിക്കൂർ കൂടുമ്പം ഇന്നോട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ കുറച്ച് ക്ലിപ്സ് നമുക്ക് കിട്ടി. ഇത് സോണിയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിലൂടെ അല്ല ഷെയർ ചെയ്യുന്നത്, മറിച്ച് ഫാൻസിൻ്റെ അക്കൗണ്ടിലൂടെയാണ്. ഇന്ന് ടോം ഹോളൻ്റെ ഇൻസ്റ്റയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോകമെമ്പാടുള്ള ഫാൻസുമായിട്ട് സോണിയും മാർവലും കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നതെന്ന്. സോ നമുക്ക് അരമണിക്കൂർ കൂടുമ്പോൾ ഒഫീഷ്യൽ ട്രെയിലറിലെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലിപ്പ്, 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡുള്ള ക്ലിപ്പ് നമുക്ക് കിട്ടും. അങ്ങനെ ഇപ്പോൾ കുറച്ച് ക്ലിപ്സ് കിട്ടി. ആൻഡ് ഇതൊക്കെ ഓൾറെഡി കുറച്ചേ ഉള്ളെങ്കിൽ പോലും ബ്രേക്ക് ഡൗൺ ചെയ്യാനും എക്സൈറ്റഡ് ആവാനും ഒരുപാടുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് വെച്ച് താമസിക്കുന്ന വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു കൊമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ, ചെങ്ങന്നൂർ. അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി. നമ്മളൊക്കെ ഹോളിവുഡ് അധോലോകമായി, നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജി. ഇപ്പോൾ ഈ റിലീസ് ആവാൻ പോകുന്ന സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ട്രെയിലർ, അതേപോലെ ഇന്ന് റിലീസായ ഡ്യൂൺ 3യുടെ ട്രെയിലർ, ഇതൊക്കെ ലോകത്തിൽ ആദ്യമായി ഏത് ദിവസം ഏത് സമയത്ത് വരുമെന്ന് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് ഇട്ടത് നമ്മുടെ കൊമിക് മന്ത്രയാണ്. നമുക്ക് ട്വിറ്റർ പേജൊന്നുമില്ല, നോക്കി നടത്താൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തുടങ്ങാത്തതാണ്. നമുക്ക് ആകെ ഉള്ളതൊരു വാട്സപ്പ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജുമാണ്. സോ അവിടെയാണ് നമ്മൾ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ആഴ്ച ഡ്യൂൺ 3 ഇന്ന് രാത്രി 9:30 വരുന്നു പറഞ്ഞു, വന്നു. അതേപോലെ ഇന്നലെ സ്പൈഡർമാൻ ബ്രാൻഡ് ട്രെയിലർ നാളെ വൈകിട്ട് 4:30 വരുമെന്ന് പറഞ്ഞു, വരാൻ പോകുന്നു. സോ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് അപ്ഡേറ്റ് നമ്മുടെ കൊമിക് മന്ത്രയാണ് ഇടുന്നത്. പക്ഷേ നമുക്ക് ട്വിറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയ വൈറലായില്ല എന്ന് മാത്രം. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സ് അടക്കം ഒരുപാട് ന്യൂസും മറ്റും നമ്മുടെ ഈ പറഞ്ഞ വാട്സപ്പ് ചാനൽ, ഇൻസ്റ്റാഗ്രാം പേജ്, സ്റ്റോറി ആയിട്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇത്തരം കണ്ടൻറ്റ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടാൻ ഇതെല്ലാം ഒന്ന് ഫോളോ ചെയ്തേക്കുക. ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഏറ്റവും ആദ്യം കിട്ടുന്ന ക്ലിപ്പ് സ്പൈഡർമാൻ്റെ ഐക്കോണിക് സ്വിങ്ങിങ് സീനാണ്. സ്പൈഡർമാൻ്റെ ഏറ്റവും ഫസ്റ്റ് കോമിക്കാണല്ലോ, ഫസ്റ്റ് എവർ മാർവൽ കോമിക്ക് അമേസിംഗ് ഫാനസി ഇഷ്യൂ നമ്പർ 16, അതിൻ്റെ കവർ പേജിൻ്റെ എക്സാക്റ്റ് ഷോട്ടാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു റാൻഡം സ്ട്രേഞ്ചറിനെ പിടിച്ചുകൊണ്ട് സ്പൈഡർമാൻ സ്വിങ് ചെയ്യുന്നതായിരുന്നു. ഇവിടെയും അങ്ങനെ തന്നെ സ്വിങ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ബാലരമയിൽ ഇത് റീക്രിയേറ്റ് ചെയ്തൊരു കൊമിക്ക് വന്നിട്ടുണ്ട്. ഹൈഡ്രോമാനെതിരെ സ്പൈഡർമാൻ വന്നൊരു കൊമിക്കായിരുന്നു. ഹൈഡ്രോമാൻ എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ഒരു വില്ലനാണ്, വാട്ടർ ബേസ്ഡ് വില്ലനാണ്. നമ്മുടെ ഫാർ ഫ്രം ഹോം വന്നപ്പം മിസ്റ്റീരിയോ ഉണ്ടാക്കിയ ഇല്യൂഷൻസിലൊന്ന് ഹൈഡ്രോമാൻ ആണെന്നൊക്കെയായിരുന്നു ട്രെയിലർ വന്ന സമയത്ത് റൂമർ. അപ്പോൾ ആ കൊമിക്കിലും ഈ ഒരു സാധനം റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ജെ ജോനാ ജെയിംസിനെ പിടിച്ചുകൊണ്ടായിരുന്നു സ്പൈഡർമാൻ പറയുന്നത്. പക്ഷേ ഇവിടെയും ഏതോ ഒരു റാൻഡം സ്ട്രേഞ്ചറിനെ പിടിച്ച് സ്വിങ് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. എന്തായാലും പടം വരുമ്പം അറിയാം. ആദ്യം നമ്മൾ കണ്ട സ്പൈഡർമാനെ ആണെങ്കിൽ രണ്ടാമത്തെ ക്ലിപ്പിൽ വരുന്നത് പീറ്റർ പാർക്കറിനെയാണ്. പീറ്റർ പാർക്കർ വളരെയധികം ടെൻസ്ഡ് ആയിട്ട് മുടിയൊക്കെ ഒരുമാതിരി കിടക്കുന്നത്, അതേപോലെ വിയർത്തൊക്കെ ഇരിക്കുന്ന ഒരുമാതിരി ഷോട്ട്, എന്നിട്ട് ഈ പീറ്റർ കുഴഞ്ഞങ്ങ് താഴെ വീഴുകയാണ്. സോ ഇതിന് വരുന്നൊരു വലിയ റൂമർ എന്ന് പറയുന്നത് സ്പൈഡർമാൻ ഈ ഒരു സിനിമയിൽ ഓർഗാനിക് വെബ് ഷൂട്ടിംഗ് കിട്ടുമെന്ന് വരുന്ന നേരത്തെ വന്ന തിയറിയാണ്. നമ്മുടെ ടോബിക്ക് മാത്രമാണ് ആസ് ഓഫ് നോ ഓർഗാനിക് ഷൂട്ടിംഗ് ഉള്ളത്. കോമിക്കിലും വെബ് ഷൂട്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അമേസിംഗ് സ്പൈഡർമാൻ ആൻഡ്രൂ, MCUവിൽ ടോമോ എല്ലാം ഇതുവരെ വെബ് ഷൂട്ടേഴ്സാണ് യൂസ് ചെയ്തത്. പക്ഷേ ഈ സിനിമയിലോടുകൂടി സ്പൈഡർമാന് ഓർഗാനിക് വെബ് ഷൂട്ടേഴ്സ് കിട്ടുമെന്നൊരു വലിയ റൂമറും ഫാൻ തിയറി ഉണ്ടായിരുന്നു. അപ്പോൾ കോമിക്കിലൊരു സീനുണ്ട്, പീറ്റർ പാർക്കർ ഒരു കൊക്കൂണിൽ ട്രാപ്പ് ചെയ്തിട്ട് നാച്ചുറൽ ഓർഗാനിക് വെബ് ഷൂട്ടേഴ്സുമായിട്ട് എമേർജ് ചെയ്യുന്നൊരു സീൻ. അപ്പോൾ ആ ഒരു സീനാകാം ഇവിടെ ടീസ് ചെയ്യുന്നതെന്നൊക്കെയാണ് കുറേ തിയറീസ് ഇപ്പം ഈ ഷോട്ട് കണ്ടിട്ട് വരുന്നത്. പക്ഷേ കുറേ ഫാൻസ് തന്നെ പറയുന്നു അത്രയൊക്കെ നമ്മൾ കടന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ എന്ന്. എന്തായാലും പ്രോപ്പർ ട്രെയിലർ വരുമ്പോൾ ഇതിന് കുറച്ചുകൂടി ഒരു ആൻസർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് സ്പൈഡർമാനെ കിട്ടി, സെക്കൻഡ് പീറ്ററിനെ കിട്ടി, തേർഡ് കിട്ടുന്നത് പീറ്റർ സ്പൈഡർമാനായിട്ട് മാറുന്നൊരു മൊമെൻ്റാണ്. ഓടി വന്ന് പീറ്റർ തന്നെ മാസ്ക് വെച്ചിട്ട് ചാടി സ്വിങ് ചെയ്യുന്നൊരു സീൻ. ഇത് ആക്ച്വലി സ്പൈഡർമാൻ 2 ഗെയിം ഉണ്ടല്ലോ, PS5 ഗെയിം, അതിലെ എക്സാക്ട് സീൻ്റെ റീക്രിയേഷനാണ്. നേരത്തെ നമ്മൾ കൊമിക്കിൻ്റെ എക്സാക്ട് റീക്രിയേഷൻ കണ്ടു, ഇപ്പോൾ ഗെയിമിൻ്റെ കണ്ടു. സോ ബേസിക്കലി സ്പൈഡർമാൻ്റെ കോർ ഫാൻസ്, അതായത് ജസ്റ്റ് മൂവീസ് മാത്രം കണ്ടുപോകാതെ ഇത്തരത്തിൽ കൊമിക്സും ഗെയിമും ആനിമേഷനൊക്കെ ഫോളോ ചെയ്യുന്ന ഫാൻസിനുള്ള വലിയൊരു ട്രീറ്റ് തന്നെയായിരിക്കും ഈ സിനിമയെന്ന് ഈ ഷോർട്സിലൂടെ ഇവർ വീണ്ടും തെളിയിക്കുകയാണ്. നാലാമത്തെ ക്ലിപ്പിലേക്ക് വരികയാണെങ്കിൽ സ്പൈഡർമാൻ ഈ 2 കൈയിൽ നിന്നും വല ഇങ്ങനെ വെച്ചൊരു ബിൽഡിങ്ങിലേക്ക് കണക്ട് ചെയ്ത് ഇങ്ങനെ ബാക്കിലോട്ട് വന്ന് സ്വയം ലോഞ്ച് ചെയ്ത് പറക്കുന്ന പോലത്തെ ഒരു സീനാണ്. അപ്പോൾ ഈ സീനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പൈഡർമാൻ്റെ കയ്യിൽ വെബ് ഷൂട്ടേഴ്സ് ഇല്ല. നമ്മൾ നേരത്തെ സെക്കൻഡ് ക്ലിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പീറ്ററിന് വെബ് ഷൂട്ടേഴ്സ് ഇല്ലാതെ സ്വയം ഓർഗാനിക് വെബ് വിടാൻ പറ്റുന്ന ഒരു കൊമിക്കിലെ സംഭവം ഇവിടേക്ക് കൊണ്ടുവരികയാണെന്ന്. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഈ നാലാമത്തെ ക്ലിപ്പ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ തിയറി സിനിമയിൽ സത്യമാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മാർവലാണ് നമുക്കറിയാം പല കാര്യങ്ങളും ഇവൻ ഇല്ലാത്ത സീൻ കുത്തിക്കയറ്റുകയും VFX വെച്ച് കുറേ മായ്ക്കുക, ലൊക്കേഷൻ മാറ്റുക, സാധനം മാറ്റുക, ഇതെല്ലാം മാർവൽ ചെയ്തിട്ടുണ്ട്. സോ ഇത് വെച്ച് നമുക്ക് ഒരു 100% പറയാൻ പറ്റില്ലെങ്കിലും ഈ 2 ക്ലിപ്പുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതിനൊരു സാധ്യതയുണ്ട്. അഞ്ചാമത്തെ ക്ലിപ്പിലേക്ക് വന്നാൽ സ്പൈഡർമാൻ സ്യൂട്ടിനകത്തുള്ളൊരു ഷോട്ടാണ്. അതായത് പീറ്ററിൻ്റെ കണ്ണാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് സൈഡിൽ ശ്രദ്ധിച്ചാൽ കാണാം സ്പൈഡർമാൻ സ്യൂട്ടിൻ്റെ ആ ഒരു മാസ്കിൻ്റെ അകത്താണ് ഈ ഒരു ഷോട്ട് ഉള്ളത്. അപ്പോൾ ഇവിടെ പീറ്ററിൻ്റെ കണ്ണിലെ കൃഷ്ണമണി റിഫ്ലക്ഷനിൽ എന്തൊക്കെയോ എക്സ്പ്ലോഷൻസും പീറ്റർ അതിനിടയിൽ കൂടെ സ്വിങ് ചെയ്യുന്നതും കാണാം. നമ്മൾ നേരത്തെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സെറ്റ് വീഡിയോ ഉണ്ടല്ലോ, ചിലപ്പോൾ ആ ഒരു സെയിം സീനിലെ ആ ഒരു വിഷ്വൽസൊക്കെ ആയിരിക്കും ഇവിടെ വരുന്നത്.
പക്ഷേ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നറേഷനാണ്. ഇവിടെ ലൈഫ് സൈക്കിൾസ് എന്ന് പറയുന്നുണ്ട്. ഒബ്വിയസ്ലി ഇത് 1 സെക്കൻഡ് കട്ട് ചെയ്തെടുത്ത പോർഷൻ ആയതുകൊണ്ട് തന്നെ ഏതോ ഒരു ഡയലോഗ് പറഞ്ഞു തന്നിട്ടാണ് ലൈഫ് സൈക്കിൾസ് എന്ന് പറയുന്നത്. ഇവിടെ അത് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. സോ സ്പൈഡറിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ചിലന്തിയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് വെച്ചിട്ട് കുറേ ഫാൻ തിയറികൾ ഈ സിനിമയിലുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പീറ്റർ ഓർഗാനിക് വെബ് കിട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, അതെല്ലാം പീറ്ററിൻ്റെ ലൈഫ് സൈക്കിളിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് കൊക്കൂണകത്തേക്ക് പീറ്റർ പോയി പുറത്ത് വരുന്നത് ഓർഗാനിക് വെബായിട്ടായിരിക്കും എന്നുള്ളൊരു തിയറി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 2 ക്ലിപ്പിൽ, സെക്കൻഡ് ക്ലിപ്പിൽ 4th ക്ലിപ്പിലുള്ള അതേ കാര്യം തന്നെ വീണ്ടും കണക്ട് ചെയ്യുന്ന പോലെയാണ് 5th ക്ലിപ്പ് വരുന്നത്. ഈ ലൈഫ് സൈക്കിൾസ് പറഞ്ഞപ്പോഴേ ഓർത്തത്, ഫസ്റ്റ് ക്ലിപ്പിലൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഒറ്റൊരു ഡയലോഗ്, റീബർത്ത് എന്ന്. അതും എന്തോ ഒരു ഡയലോഗ് പറഞ്ഞു വന്നിട്ട് എൻഡിങ് ചെയ്യാൻ നമുക്ക് മനസ്സിലായ, പക്ഷേ എന്താണെന്നറിയില്ല. അപ്പോൾ റീബർത്ത് എന്ന് എല്ലാവർക്കും ഒബ്വിയസ്ലി അറിയാമല്ലോ. സ്പൈഡർമാൻ എന്ന ക്യാരക്ടറിൻ്റെ ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ജന്മമാണിത്. നോ വേ ഹോമിൻ്റെ എൻഡിങ് അങ്ങനെ ആയിരുന്നു. സോ ഒരു ഫ്രഷ് സ്റ്റാർട്ട്, അതും സ്ട്രീറ്റ് ലെവലിൽ നിന്നും സ്പൈഡർമാൻ പോകുന്നൊരു സ്റ്റോറി, അതാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. സോ അതിലേക്കാണ് റീബർത്ത് എന്ന ആ ഒരു ഡയലോഗോടുകൂടി മോസ്റ്റ് ലൈക്ലി ട്രെയിലറിൽ ടൈറ്റിൽ എഴുതി കാണിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഷോട്ട് ആയിരിക്കുമെന്നാണ് തോന്നുന്നത്, എസ്പെഷ്യലി ആ ഒരു ഐക്കോണിക് സ്വിങ്ങിങ് സീൻ ആയതുകൊണ്ട്. പിന്നെ റീബർത്ത് എന്ന് പറയുന്നത് ആരാണെന്ന് വ്യക്തമല്ല. പെട്ടെന്ന് ഒരു ജെഫ്രി റൈറ്റ്, അതായത് വാച്ചറിൻ്റെ സൗണ്ട് പോലും ഉണ്ടായിരുന്നു. പക്ഷെ തൽക്കാലം അത്ര വലിയ ബന്ധങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇത് വേറെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആവാനും ചാൻസ് ഉണ്ട്. അതേപോലെ ഈ ലൈഫ് സൈക്കിൾസ് പറയുന്നത് ആരാണെന്ന് ക്ലിയർ ആയിട്ടില്ല. നിങ്ങൾക്ക് ഇതൊക്കെ ആരാണെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇടുന്ന സമയം വരെയുള്ള എല്ലാ ക്ലിപ്പും ഇതൊരു ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് അടുത്ത ക്ലിപ്പ് വന്നപ്പം അതും പിന്നെയും പോയി റെക്കോർഡ് ചെയ്തു. അങ്ങനെ ഇതുവരെ വന്നതെല്ലാം ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയി കിടന്ന് ഉറങ്ങണം. സോ നാളെ രാവിലെ എണീക്കുമ്പോൾ ബാക്കി ക്ലിപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇടാം. ഇവരിനി ട്രെയിലറിന് തൊട്ട് മുമ്പ് ഒരാൾ അരമണിക്കൂർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമെന്ന് അറിയില്ല. ഇടയ്ക്ക് വെച്ച് നിൽക്കാം ചിലപ്പോൾ. എന്തായാലും രാവിലെ എണീറ്റിട്ട് ബാക്കി ക്ലിപ്സ് കുറേ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തൊരു വീഡിയോ ആയിട്ട് ഇടാം. പിന്നെ അത് കഴിഞ്ഞ് ഒഫീഷ്യൽ ട്രെയിലർ വരുമ്പോൾ അതിൻ്റെ ബ്രേക്ക് ഡൗൺ ഇടാം. സോ ഇത്തരത്തിലുള്ള കണ്ടൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി, മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള എക്സ്ക്ലൂസീവ്, വേൾഡിൽ തന്നെ പല എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സും ആദ്യമായി കിട്ടാൻ വേണ്ടി നമ്മുടെ കൊമിങ് മന്ത്രയുടെ വാട്സപ്പ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്തേക്കുക. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് രഞ്ജൻ കന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിങ് മന്ത്ര.